ദേശീയ വിദ്യാഭ്യാസ നിലവാരക്കണക്കിൽ പിന്നിലായി കേരളം. നമ്മളെല്ലാത്തിലും ഒന്നാം നമ്പറാണെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. മികവിൻ്റെ കേന്ദ്രങ്ങളായി വിദ്യാലയങ്ങളെ മാറ്റും എന്നവകാശപ്പെട്ട കേരളത്തിൻ്റെ സ്ഥാനം രാജ്യത്ത് 14ാമതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നടക്കാവ് മാതൃക ഉൾപ്പെടെ വമ്പൻ പദ്ധതികൾ നടപ്പാക്കിയ കോഴിക്കോട് ജില്ല വിദ്യാഭ്യാസ നിലവാര പട്ടികയിൽ ഏറ്റവും പിന്നിലാണ്. വിദ്യാലയങ്ങൾക്കായി കോടികൾ ചെലവഴിക്കുന്നുവെന്ന് ഇടതു സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് നിലവാര തകർച്ചയിൽ കേരളം പിന്നിലായത്. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി എസ് ശാലിനിയൊപ്പം ചേരുന്നു. ശാലിനി, നേരത്തെ പറഞ്ഞ വരി ഒന്നുകൂടി ആവർത്തിക്കട്ടെ. നമ്പർ 1 കേരളം, അതാണല്ലോ എപ്പോഴും കേൾക്കാറുള്ളത്. നമ്മൾ 10ാം തരത്തിൽ പരീക്ഷ അവസാനിച്ച് റിസൾട്ട് വരുമ്പോൾ 99.98 ഈ പേരെഴുതാൻ അറിയാത്തവരോ നമ്പർ മാറിപ്പോയവരോ ഒക്കെ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരാത്തവരോ ഒക്കെ തോൽക്കുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ അങ്ങനെയായി പോകുന്നത്. എല്ലാവരെയും വിജയിപ്പിക്കണമെന്നാണ് സർക്കാരിന് ആഗ്രഹം. ദേശീയ വിദ്യാഭ്യാസ നിലവാരക്കണക്ക് വരുമ്പോൾ നമ്മൾ വളരെ പിന്നിലാണ്, 14ാമതാണ്. കൃഷ്ണരാജ്, അത് തന്നെയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കഴിഞ്ഞ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾ ആയി, പ്രത്യേകിച്ച് 2023-24 വർഷത്തെ അധ്യയന വർഷത്തെ നിലവാരം പരിശോധിച്ചതിലാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഏറ്റവും പിന്നിൽ പോയത്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാ മേഖലയിലും, അത് ആരോഗ്യ മേഖല ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, അങ്ങനെ ഏത് മേഖല എടുത്താലും ആ രംഗത്തെല്ലാം ഒന്നാമതാണ് എന്ന് അവകാശപ്പെടുന്ന വിദ്യാഭ്യാസ വകുപ്പ്, ഒപ്പം തന്നെ സർക്കാർ ആ അവകാശവാദങ്ങളെ തള്ളുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ രാജ്യത്തെ തന്നെ വിദ്യാഭ്യാസ നിലവാരം, ഓരോ സംസ്ഥാനങ്ങളുടെയും വിദ്യാഭ്യാസ നിലവാരം വിവിധ രീതിയിൽ പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധിച്ച കൂട്ടത്തിലാണ് എല്ലാ അർത്ഥത്തിലും ഏറ്റവും പിന്നിലാണ് സംസ്ഥാനം എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെ മാസങ്ങളെ ആയിട്ടുള്ളൂ +1 +2 ഒപ്പം തന്നെ 10ാം ക്ലാസ് പഠന നിലവാരവും ഒപ്പം തന്നെ ഇതിൻ്റെ പരീക്ഷാ ഫലവും ഒക്കെ വന്നത്. 100% വിജയം കൈവരിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ സൂചിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ആ 100% വിജയം കൈവരിച്ചപ്പോഴും എവിടെയാണ് കേരളത്തിന് പാളിയത് എന്നൊരു ചോദ്യമാണ് ഈ കണക്കുകൾ വരുമ്പോൾ നമുക്ക് പരിശോധിക്കാനുള്ളത്. രാജ്യത്തെ തന്നെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 14ാം സ്ഥാനത്തേക്ക് കേരളം എങ്ങനെ കൂപ്പുകുത്തി എന്നുള്ളതാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യ പട്ടികയിൽ അല്ലെങ്കിൽ ആദ്യ 5 റാങ്കുകൾക്കുള്ളിലൊക്കെ വന്നുകൊണ്ടിരുന്ന കേരളം എങ്ങനെ 14ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നൊരു ചോദ്യം കൂടി ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പഠന നിലവാരം, ഒപ്പം തന്നെ അധ്യാപകരുടെ സേവനങ്ങൾ, അധ്യാപക നിലവാരം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. വിദ്യാർത്ഥികളുടെ ഓരോ മേഖലയിലെയും അവരുടെ നൈപുണ്യം പരിശോധിക്കും. ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഈ കാറ്റഗറി തിരിക്കുന്നത്. അതിൽ 700 മുതൽ 1000 വരെയുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ ഗ്രേസ് പോയിന്റ് ലഭിച്ചവരാണ് ഏറ്റവും മുൻപന്തിയിലേക്ക് വരിക. പക്ഷേ കേരളത്തിനാകട്ടെ 500-ൽ താഴെയാണ് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അതായത് ഏറ്റവും കുറവുള്ള 3ാം ഘട്ടം അല്ലെങ്കിൽ 3ാം ഫേസിലേക്ക് കേരളം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പിന്നിൽ പോയ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലേക്ക് കേരളവും ഉണ്ട്. അത് 14ാം സ്ഥാനമാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. അത് മാത്രമല്ല, സംസ്ഥാനത്ത് സർക്കാർ എന്ത് പദ്ധതികൾ കൊണ്ടുവന്നാലും അത് ആദ്യം നടപ്പിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യം സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. അതിനാണ് നടക്കാവ് സ്കൂളിനെ അടക്കം, നടക്കാവ് മോഡൽ സ്കൂളിനെ അടക്കം അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയും നടക്കാവ് മാതൃക തന്നെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരികയും ചെയ്തത്. ഉന്നത നിലവാരത്തിലുള്ള ക്ലാസ് റൂമുകൾ, ഒപ്പം തന്നെ അധ്യാപക പരിശീലനങ്ങൾ നൽകുക, വിദ്യാർത്ഥികളുടെ നിലവാരം മെച്ചപ്പെടുത്താനുള്ള മറ്റ് ആക്ടിവിറ്റീസ് കൊണ്ടുവരിക. പക്ഷേ ആ നടക്കാവ് മാതൃക പോലും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടികളാണ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിന് ഓരോ വികസനത്തിൻ്റെ പേരിലും നൽകുന്നത്. ഇപ്പോൾ അച്ചടി ആയിക്കോട്ടെ, ഒപ്പം തന്നെ പാഠപുസ്തക ക്രമീകരണങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പാഠപുസ്തകങ്ങൾ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇത്തവണ മുതൽ നൽകുകയുണ്ടായി. അതൊക്കെ മാറ്റിയിട്ടും എന്തുകൊണ്ട് വിദ്യാഭ്യാസ നിലവാരത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും പിന്നോക്കം പോകുന്നവരുടെ പട്ടികയിലേക്ക് കേരളം എത്തി എന്നുള്ളത് ചോദ്യമായി. വിദ്യാഭ്യാസം എന്നത് പരിസരത്തെ അറിഞ്ഞ് സൗഹൃദങ്ങൾ ഉണ്ടാക്കി പാട്ടുപാടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതൊക്കെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി. അതിലൊക്കെ കുട്ടികൾ മികവ് പുലർത്തുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ എവിടെയാണ് പിഴയ്ക്കുന്നത്? ഈ 14ാം സ്ഥാനത്തേക്ക് പോകണമെങ്കിൽ പിഴയ്ക്കുന്ന ഒരു ഘട്ടമുണ്ടാകുമല്ലോ.
തീർച്ചയായും കൃഷ്ണരാജ്, ഇതൊരു ചോദ്യം തന്നെയാണ്. ഒപ്പം കേരളം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കാര്യമായി തന്നെ പരിശോധന നടത്തേണ്ടതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ ഈ കണക്കുകൾ വരുമ്പോൾ എല്ലാ വർഷവും എല്ലാ അധ്യയന വർഷത്തെയും കണക്കുകളും ഒപ്പം തന്നെ ഈ കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇത്തരത്തിൽ ഒരു പട്ടിക പുറത്തുവിടുന്നത്. അത്തരത്തിൽ പട്ടിക പുറത്തുവിടുമ്പോൾ ആദ്യ 5 റാങ്കുകളിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ 1ാം സ്ഥാനത്തൊക്കെ എത്തിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് ആ പട്ടികയിൽ ഏറ്റവും പുറകിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കാര്യക്ഷമമായി സർക്കാർ ഇടപെടൽ നടത്തണം, ഒപ്പം തന്നെ അവരുടെ ശ്രദ്ധ കൂടുതൽ ഈ മേഖലയിൽ നൽകണം എന്നുള്ളൊരു വലിയ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം, ഒരു നിർദ്ദേശമൊക്കെയാണ് ഈ ഒരു പട്ടികയിലെ പിന്നോക്കം പോയിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പഠന നിലവാരം, ഗുണമേന്മ, അടിസ്ഥാന സൗകര്യങ്ങൾ, തുല്യത, ഭരണ പ്രക്രിയകൾ, അധ്യാപക പരിശീലനം എന്നിങ്ങനെ 6 മേഖലകളിലെ പ്രകടനമാണ് ഈ ഒരു പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പരിശോധിച്ചത്. ആ 6 മേഖലയിലും സംസ്ഥാനം പിന്നിൽ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഘട്ടങ്ങളെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് വലിയ രീതിയിലുള്ള വീഴ്ചകൾ വരുത്തുകയും പിന്നോക്കം പോയത് തന്നെയാണ് ഈ 14ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, മുൻ വർഷങ്ങളിലെ മികവ് ഈ അധ്യാപക പരിശീലനത്തിലാണെങ്കിലും അധ്യാപകരുടെ പരിചയ സമ്പന്നതയിലാണെങ്കിലും പഠന നിലവാരത്തിലാണെങ്കിലും ഒക്കെയുള്ള മികവ് ഈ 2023-24 വർഷത്തെ കണക്കെടുക്കുമ്പോൾ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പമായി അല്ലെങ്കിൽ ആശങ്കയായി നിലനിൽക്കുകയാണ്. കാരണം പല ഘട്ടങ്ങളിലും സർക്കാർ പറയുന്നുണ്ട് സർക്കാർ സ്കൂളുകളിലെ പഠന നിലവാരം സർക്കാർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, ഒപ്പം തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ ഓരോ അധ്യയന വർഷവും കൂടുതലായി സർക്കാർ സ്കൂളിലേക്ക് എത്തുന്നു എന്നുള്ളത്. അവിടെയാണ് ഒരു ചോദ്യം. ഇത്തരത്തിൽ പഠന നിലവാരത്തിൽ പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളിലേക്ക് എങ്ങനെ കുട്ടികൾ എത്തും? രക്ഷിതാക്കൾ ഏത് തരത്തിലുള്ള വിശ്വാസത്തിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കും, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിക്കും എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കണക്കുകൾ എന്നുള്ളതാണ്. കാരണം ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെയും പട്ടികയിലാണ് ഈ സർക്കാർ, പ്രത്യേകിച്ച് ഇടത് സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനം ഇത്രയധികം പിന്നോക്കം പോയത്. അത് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ പിന്നോക്കം പോയതെന്നുള്ള ഒരു ചോദ്യമായി നിൽക്കുന്നു. ഒപ്പം തന്നെ പൂർണ്ണമായും വിജയശതമാനം 100% നൽകി വിജയിപ്പിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്ന കേരളത്തിലാണ് ഇത്തരത്തിൽ പഠന നിലവാരത്തിൽ പിന്നോക്കം പോയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ 100% വിജയം വേണമോ, ഒപ്പം തന്നെ ഇത്തരത്തിൽ ഓൾ പാസ് നൽകി എല്ലാവരെയും വിജയിപ്പിച്ച് വിടുന്നത് വിജയശതമാനം ഉണ്ടാക്കാനും സംസ്ഥാനം വലിയ സംഭവമാണ് എന്ന് അറിയിക്കുന്നത് മാത്രമാണോ? കുട്ടികളുടെ നിലവാരം കൂടി മെച്ചപ്പെടുത്തേണ്ടേ എന്നൊരു കാര്യം കൂടി ഇരുത്തി ചോദിപ്പിക്കുന്നതാണ് ഈ പട്ടിക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് കുട്ടികളെ വിലയിരുത്തുന്നതിലാണ്, അവർക്ക് മാർക്കിടുന്നതിലാണ് പ്രശ്നമുള്ളത് എന്ന് തോന്നുന്നു. തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ്. കാരണം 99%, 99.9% ഒക്കെ വിജയശതമാനം പറയുന്നു. 92-ലേക്കും 95-ലേക്കും ഒക്കെ പല വർഷങ്ങളിലും എത്തുന്നു. അത്രയും വിജയശതമാനം, കൃത്യമായ വിജയശതമാനം തന്നെയാണോ എന്നൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. കാരണം എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതിനപ്പുറം വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അക്കാര്യത്തിൽ പരീക്ഷ എഴുതി കൃത്യമായി പരീക്ഷ വിലയിരുത്തൽ നടത്തി മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നല്ലൊരു വിദ്യാഭ്യാസ തലമുറയെ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ, തെറ്റാണെങ്കിൽ പോലും അറ്റൻഡ് ചെയ്താൽ പോലും മാർക്ക് നൽകുന്ന ആ രീതിയും സമ്പ്രദായം അടക്കം ചോദ്യം ചെയ്യുന്നത് കൂടിയാണ് ഈ നിലവാര കണക്ക് എന്നുള്ളതാണ്. കാരണം പല സംസ്ഥാനങ്ങളും പല ഘട്ടങ്ങളിലും പിന്നോക്കം പോയി അവർ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ടുവന്ന്, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊണ്ടുവന്ന് മുന്നോക്കം വരാൻ ശ്രമിക്കുമ്പോഴാണ് ആദ്യ റാങ്കിങ്ങിൽ നിന്ന്, അല്ലെങ്കിൽ 1ാമത് നിന്ന കേരളം ഇത്തരത്തിൽ 14ാം സ്ഥാനത്തേക്ക് പോയത്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പദ്ധതികളും ഒപ്പം തന്നെ കൂടുതൽ ഫണ്ടും ചെലവഴിച്ച് കോഴിക്കോട് ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതികളൊന്നും തന്നെ വിജയം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഉദാഹരണം തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നിലവാര കണക്കിൽ കേരളം ഏറെ പിന്നിൽ 14ാം സ്ഥാനത്താണ്. മികവിന്റെ കേന്ദ്രങ്ങളായി വിദ്യാലയങ്ങളെ മാറ്റും എന്നവകാശപ്പെട്ട കേരളത്തിന്റെ സ്ഥാനമാണിത്. വിദ്യാഭ്യാസ മേഖലയിൽ നടക്കാവ് മാതൃക ഉൾപ്പെടെ വമ്പൻ പദ്ധതികൾ നടപ്പാക്കിയ കോഴിക്കോട് ജില്ല ഏറ്റവും പിന്നിലാണ് എന്നുകൂടി ഓർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.